ചിലപ്പോഴൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാകാറുണ്ട്. അത് നമ്മളെ ശരിക്കുള്ള സത്യത്തിൽ നിന്ന് ഒരുപാട് അകലേക്കാണ് കൊണ്ടുപോകാറ്. നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഏവരും മനുഷ്യരാണ്. നമുക്കിത് ഇഷ്ടപ്പെടാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്, നമ്മളെ ഏവരും പ്രശംസിക്കുന്നത്, ആരെങ്കിലും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നത്, നമുക്ക് സ്നേഹം നൽകുന്നത്, അതൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലേ? എന്നാൽ ആരെങ്കിലും നമ്മോട് ക്രോധം കാണിച്ചാൽ, ദുർമുഖം കാണിച്ച് വിഷമിപ്പിച്ചാലോ വേഗം തന്നെ നമ്മൾ അവരെ ശത്രുവായി കാണുന്നതാണ്. അവരോട് ദേഷ്യപ്പെടാനും തുടങ്ങുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മിച്ചു നോക്കൂ. പുഞ്ചിരിക്കുക എന്നത് എല്ലാവർക്കുമായി ഉള്ളതാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി പരിചയമുള്ളവരെ നോക്കി പുഞ്ചിരിക്കാം. എന്നാൽ അറിയാത്തവരോടും നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് നൽകാം, മുതിർന്നവർക്ക് നൽകാം, പിന്നെ എല്ലാവർക്കും നൽകാം ഈ പുഞ്ചിരി. എന്നാൽ നമ്മുടെ ദേഷ്യം അവരോടാണ് ഉണ്ടാകുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരോട്, നമ്മൾ അഗാധമായി സ്നേഹിക്കുന്ന ആൾക്കാരോട്, നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോട്. കാരണം നമ്മുടെ ജീവിതം ഭാവിയിൽ വളരെ സുഖകരമായി തീരുവാൻ വേണ്ടി, ഉജ്ജ്വലമാകാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ദേഷ്യപ്പെടുകയും പിന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും അവർ നിങ്ങളുടെ ശത്രുവായിരിക്കുമെന്ന മുൻധാരണ മാറ്റുക. അവരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് വഴികാട്ടിയായി മാറുന്നത്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നന്മ മാത്രമായിരിക്കും. നിങ്ങൾക്കായി ഒരു സുന്ദരമായ ഭാവി ആഗ്രഹിക്കുന്നതും അവരാകും. അതുകൊണ്ട് നിങ്ങൾ ഏവരും എപ്പോഴും മനസ്സുകൊണ്ട് ശാന്തമായി മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനായി ശ്രമിക്കുക. അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അവരങ്ങനെ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന്. പിന്നെ അവരുടെ ദേഷ്യത്തിന്റെ കാരണവും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നതാണ്. രാധേ രാധേ.